മാനം നോക്കി മലർന്നു കിടക്കുകയായിരുന്നു ആ പിഞ്ചോമന. 3 മാസം പ്രായമായ കുഞ്ഞിന് മുന്നിലെത്തിയ ദൈവത്തിന്റെ കരങ്ങൾ അവന് സമ്മാനിച്ചത് പുതുജീവിതമാണ്. രൗദ്രഭാവം പൂണ്ട ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവൻ ആ കൈകളിൽ സുരക്ഷിതനായി മറുകരയിലെത്തി. അവിടെ പ്രാർത്ഥനയോടെ ആ അമ്മ കാത്തിരിപ്പുണ്ടായിരുന്നു. കണ്ണൊന്നു മാറിയാലോ കൈയൊന്നു ചലിച്ചാലോ ഒരു നിമിഷം കൊണ്ട് എല്ലാം തീരുമായിരുന്നു. താഴെ സംഹാരതാണ്ഡവമാടുന്ന പുഴയും മുകളിൽ രാക്ഷസഭാവത്തിലുള്ള ഭൂമിയും, മുൻപിൽ നെഞ്ചിടിപ്പോടെ നിറകണ്ണുകളായി നിൽക്കുന്ന അമ്മയും. ശ്വാസമടക്കി കോഴിക്കോട് വെള്ളിമാടിക്കുന്ന് യൂണിറ്റിലെ ഓഫീസറും ചെറുകുളത്തൂർ സ്വദേശിയുമായ നിഖിൽ മല്ലിശ്ശേരി ആ സാഹസത്തിന് മുതിർന്നു. പ്ലാസ്റ്റിക് ബക്കറ്റ് സംഘടിപ്പിച്ച് അതിൽ കുഞ്ഞിനെ സുരക്ഷിതമായി കിടത്തി. ശേഷം കയ്യിൽ വാങ്ങി. വളരെ ശ്രദ്ധയോടെയാണ് കയറിൽ തൂങ്ങി കുഞ്ഞുമായി നിഖിൽ മറുകരയിലെത്തിയത്. ഇക്കരയെത്തും വരെ കുഞ്ഞ് കരഞ്ഞില്ല. തനിക്ക് എന്ത് സംഭവിച്ചാലും കുഞ്ഞിനെ ജീവനോടെ എത്തിക്കണമെന്ന് അമ്മയ്ക്ക് നൽകിയ വാക്കു പാലിച്ചതിന്റെ സന്തോഷത്തിലാണ് നിഖിൽ ഇപ്പോൾ. റോപ്പ് റെസ്ക്യൂ ടീം വയനാട്ടിൽ അടിയന്തരമായി എത്തണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് കോഴിക്കോട് ടീം വയനാട്ടിലെത്തുന്നത്. വെള്ളം കയറിയ പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയായിരുന്നു ആദ്യ നിർദ്ദേശം. ഇത് പൂർത്തിയായതോടെ മുണ്ടക്കൈയിലേക്ക് നീങ്ങി. ഇവിടെയാണ് അമ്മയും കുഞ്ഞും കുത്തിയൊഴുകുന്ന പുഴയ്ക്ക് അക്കരെ നിൽക്കുന്നത് കണ്ടത്. രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങൾ എത്തിക്കാനാണ് നിഖിൽ അക്കരെ എത്തിയെങ്കിലും നിസ്സാരമായ മനുഷ്യരെ കണ്ട് രക്ഷിച്ച് മറുകരയിൽ എത്തിക്കുകയായിരുന്നു. അതേസമയം ഡോഗ് സ്ക്വാഡിന് നിർണായകമായ ഒരു പങ്ക് വയനാട്ടിലെ രക്ഷാദൗത്യത്തിലുണ്ട്. തുടക്കം മുതൽ ഡോഗ് സ്ക്വാഡ് സിഗ്നൽ നൽകിയ പ്രദേശത്തു നിന്നെല്ലാം മൃതദേഹങ്ങൾ കണ്ടെത്തി. 15 സ്പോട്ടുകളിൽ പരിശോധന വ്യാപിപ്പിക്കും. കൂടുതലിടങ്ങളിലേക്ക് ഇത്തരത്തിൽ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന ഇന്നുണ്ടാകും. ജീവന്റെ തുടിപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന തിരച്ചിലിലാണ് രക്ഷാപ്രവർത്തകർ. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നും കഴിഞ്ഞ ദിവസം ആദിവാസി കുടുംബത്തെ കണ്ടെത്തി രക്ഷപ്പെടുത്തിയിരുന്നു. ചൂരൽമല അവസാന റോഡിന്റെ ഭാഗത്ത് ഒരു കുടുംബം ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയുമുണ്ടായിരുന്നു. അവരെയും സൈന്യം രക്ഷപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ 5ാം ദിനത്തിലും പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തകർ. ഈ ഒരു പ്രദേശം പൂർണ്ണമായും മലനിരകളാൽ ചുറ്റപ്പെട്ടതാണ്. മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി എവിടെയെങ്കിലും തങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സാധ്യതയും തള്ളിക്കളയാനാവില്ല. ദുരന്തത്തിൽ ഇതുവരെ 344 പേരാണ് മരണപ്പെട്ടത്. ഇന്നലെ 14 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പടവെട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ട 4 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഡൽഹിയിൽ നിന്ന് ഡ്രോൺ റഡാർ ഇന്ന് എത്തും. 40 ടീമുകൾ 6 ഡ്രോണുകളായി മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ തിരച്ചിൽ നടത്തും. സൈന്യം, NDRF, ഫയർഫോഴ്സ്, നേവി, കോസ്റ്റ് ഗാർഡ്, നേവി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘവും തിരച്ചിലിന്റെ ഭാഗമാകും. ഡോഗ് സ്ക്വാഡും തിരച്ചിലിനുണ്ട്.